എവിടുന്നൊരു ഒച്ചയക്കണ്? അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇതിന്റെ കാരണം ഒരു കോയനെ ഇവിടെ എവിടെയും കണ്ടോ? ഓ രാവിലെ പെരേന്ന് ഇറങ്ങിയ ഇതുവരെ കണ്ടിട്ടില്ല. ഓൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് അവനെ കണ്ടുപിടിച്ചാ. കുഞ്ഞാപ്പോ കണ്ണു തൊട്ടി കാക്ക എന്തുണ്ടായിരിക്കും? എന്ത് സംഭവിച്ചു? എന്ത് മുണ്ടാത്തത്? നമ്മളൊരു പാർട്ടി ദുബായിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോകേണ്ടി വരും. ഒന്ന് റെഡിയായി നിന്നോളി. ദുബായിക്ക് എന്നല്ല, ലോകത്തിന്റെ ഏത് കോണിക്ക് പോയാലും ഇജിറ്റൊപ്പം ഉണ്ടായാൽ മതി, ഞാൻ റെഡിയാ. നിങ്ങളൊരു ഭാഗം പോവാൻ നമ്മൾ നിങ്ങളൊപ്പം ഉണ്ടാവും. അല്ല, ഇജ് പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് എന്റെ മനസ്സാ. അസ്സലാമലൈക്കും. ഉസ്താദ് ഉണ്ടോ അവിടെ? വലൈക്കും അസ്സലാം. ഉസ്താദ് ഉണ്ട് ഇവിടെ. എന്നിട്ട് കയറി ഇരുന്നോളി. നമുക്കൊരു പാർട്ടി വന്നിട്ടുണ്ട്. ഓരോരുത്തർ കുറച്ച് കായ് കൊണ്ട് വാങ്ങാം. നല്ല കായുള്ള പാർട്ടിയാ. അല്ല, നമുക്ക് നിക്കാനും പോവാല്ലേ? അത് കുറച്ച് വെക്കാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ കൊണ്ടുവരെ എന്നായിക്കോട്ടെ. എന്താ അറിയോ, എന്തായാലും വേണ്ടിയില്ല. നല്ല നല്ല കായ് കിട്ടുന്നതാണ്. ആയിക്കോട്ടെ, ഇനി നടക്കും. ഇത് കുറച്ച് നേരം നിക്കാതെ നടക്കുള്ളൂ. ഉസ്താദ് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് പോരി. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. ഇതിപ്പോ എന്ത് പറ്റിയതാ? എത്ര കാലമായി ഇപ്പൊ തുടങ്ങിയിട്ട്? ഇത് കൂടുതലൊന്നും ആയിട്ടില്ല, 2-3 ദിവസം ആയിട്ടുള്ളൂ. അതെ, കാട്ടില് ബോധമില്ലാതെ കിടക്കുക. ഞങ്ങൾ പോയി എടുത്തു കൊടുത്തു. ഇത് സൊക്കടൊന്നല്ല, ഇതെന്തോ പ്രേതബാധ ഏറ്റതാണ്.
ഇത് സുഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കുറെ പൈസ ചെലവാണ്. നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടില്ലേ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ പറയാം. എല്ലാവരും കൂടി വന്നാൽ ഇതിപ്പോ നല്ലൊരു സംഖ്യ ചെലവ് വരും. നിങ്ങടുത്തുണ്ടോ? താരത്തിനെ കണ്ടു പേടിച്ചതാ. കുഞ്ഞാപ്പ എന്താ ചെയ്യണം? കടം വാങ്ങിയിട്ട് ചെയ്യാം, അല്ലാതെ ഇപ്പൊ നിവർത്തിയില്ലല്ലോ. അസുഖം മാറണ്ടേ? എന്നാ ഇങ്ങോട്ട് പേര്. എന്തായാലും ഇത് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാണ്. തൽക്കാലം പോയിട്ട് ഞാൻ ഒരു മുട്ട അകത്ത് തരാം. പോരെ, നമ്മളിവിടെ നോക്കുക കേട്ടാ. സുലൈമാനെ ആ തേങ്ങ എടുത്താൽ അതാണ് കത്തി. ആ ഈ മുട്ട എടുത്താൽ കൊണ്ടുപോയിട്ട് പറ്റി. എല്ലാ ശൈത്താനും പോട്ടെ. അതെ, മുട്ടത്തൊക്കെ വളരെ ക്ലിയറാണ്. ചെയ്തതൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി കൂടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടു വരും. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പൈസ അല്ല കുഞ്ഞാപ്പ, ഞാൻ ഉസ്താദിന്റെ നമ്പർ വാങ്ങിയിട്ടില്ലല്ലോ, ഞാൻ മേടിച്ചിട്ട് വരാം. അല്ല എന്നാ പൈസ കൊണ്ടാ? പൈസ ഞാൻ അങ്ങനെ തരൂല. പൗതി നിങ്ങൾക്കും പൗതി എനിക്കോ. പണി കൂടുതൽ ഞാനാ ഇട്ടേക്കണം. നമ്മള് 50-50. കൊറേ കാലമായല്ലോ ഇതിന്റെ ഫൈറ്റ്. ഞാൻ ഇന്നേരെ കണക്ക് പറഞ്ഞിട്ടുണ്ടാ? ലക്ഷക്കണക്കിന് ഉറപ്പ് ഞങ്ങൾ കൊണ്ടേക്കണ്. ഇനി അങ്ങനെ ആയാ പറ്റൂല. കിട്ടിയത് പൗതിയും പൗതിയും. ഈ കച്ചറ ഉണ്ടാക്കല്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോണ്ടേ. അങ്ങനെ ബൈക്ക് വരി നല്ലപ്പത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ടാളും കച്ചറ ഉണ്ടാക്കണ്ട. നമുക്കിത് പൊളിയോളം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതേ പാർട്ടിക്കാരൊന്നും ഇത് അറിയാതെ നമുക്ക് കുറച്ച് കായുണ്ടാക്കണം. ഒരു 50 ടോക്കനേലും ദിവസം എടുക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതേ അല്ല, നമുക്ക് ആ നിക്കാതെ പോവല്ലേ, വെറുതെ ആ ബിരിയാണി ഒഴിവാക്കണ. നമുക്ക് 100 ഉറുപ്പിക ബിരിയാണിക്ക് കൊടുക്കണം. നമ്മ പോവല്ലേ? എന്നാ പോവാ. നീ നേരം വെക്കണ്ടല്ലോ. ഒരു ഫോൺ നമ്പർ വാങ്ങാൻ പോയിട്ട് കൊറേ നേരം, ഇപ്പൊ അവിടെ എത്തിയെടുക്കുക. കുഞ്ഞാപ്പോ, ഇവര് കള്ളന്മാരാടാ, ഒറിജിനൽ മോലിയന്മാരൊന്നല്ല. ഞമ്മളെ കായ് പറ്റിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന ഓല അടിച്ചിട്ടാണ് പോത്തണം. ഞമ്മക്ക് ഇവിടെ വന്നാ എത്ര കാലമാണ് നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്? പാവപ്പെട്ടവന്റെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പറ്റിച്ചുകാണ്ട് നിങ്ങളെ ഇനി ഞങ്ങൾ വെറുതെ വിടൂല. വെറുതെ വിടൂല നിങ്ങളെ. ഇന്ന് നിങ്ങളൊന്നും ചോദിച്ചത്, എനിക്ക് 3 പെണ്ണുങ്ങളും 6 കുട്ടികളുള്ളതാണ്. എനിക്കാണെങ്കിൽ ഒരു അവസ്മാരത്തിന്റെ സോക്കറും ഉണ്ട്.
പിന്നെ ഈ മൂലയുടെ കെണിയപ്പെട്ടതാ എനിക്കുള്ളവളും കൂടി മൂലക്കാണ് പൊട്ടാളികൾ. ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു ലക്ഷ്യം കിട്ടിയ ഇനി മേലാൽ ഞാൻ അങ്ങനത്തെ പരിപാടി ഓടിക്കോ തടി കിട്ടിയാൽ പൈസ